ഹായ്, ഞങ്ങളുണ്ടല്ലോ ദുബായിൽ ദേരയിലുള്ള ഫിഷ് മാർക്കറ്റിൽ പോവാണേ. വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് എന്നാണ് പേര്. നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. Your destination is in 350 meters. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫോണിൻ്റെ അവിടെ കൊണ്ടുപോകുന്ന വീഡിയോ വാട്ടർ ഫ്രണ്ട്. ഇവിടെ ഇതിനകത്ത് ഫുൾ അങ്ങ് വരെയാണല്ലേ. നമുക്ക് അയ്യോ, നമുക്കിതെല്ലാം വീഡിയോ എടുത്താലോ. മാസ്റ്റർ കിങ് ഫിഷ് ട്രേഡ്. നമുക്ക് മീൻ മേടിക്കണ്ടേ? വാ കാണാം. അതെന്നാ ചെയ്, അതെന്നതാ? അതിനൊന്ന് എടുത്ത് പൊക്കി കാണിക്കുമെന്ന് ചോദിച്ചു. ആണോ? അതിനാ എന്നാടി എടാ, അതിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറയടാ. ഓയിസ്റ്റർ നാരങ്ങ പിഴിഞ്ഞിട്ട് പച്ചയ്ക്ക് തന്നെയാണ് കഴിക്കാം. ഒരു ഓയിസ്റ്ററിന് 5 dirhams ആണ്. അപ്പോൾ ഇതൊക്കെ എന്നതാ അപ്പ? ഇത് എന്നതാ അപ്പ ഇതൊക്കെ? എന്നതാ? ഇതിനൊന്നും പേരൊന്നും എഴുതി വെക്കത്തില്ലല്ലേ? അത് കണ്ടു ഒരു സാധനം, അത് അതിനതാ? ആണോ ഇതോ? ലോബസ്റ്ററാ? തലയല്ലേ? സാൽമൺ. ഇത് സാൽമണിൻ്റെ മുട്ടയോ? മുട്ട സാൽമൺ. സാൽമണിൻ്റെ മുട്ടയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാൽമൺ മാത്രമുള്ള ഷോപ്പ് അല്ലേ? ഇതാണോ എന്നതാ? केक बर्फ
बड़ी पे मच्छी मुँह वाली मच्छी बड़े पे और नाजरा डिप्टू थोड़े को दाने लाड़ को हमारी काटा वाला हमारी ഇതൊക്കെ എന്നതാ ഇതൊക്കെ എന്നതാ മഷി മഷി കിട്ടുന്നതാണ് അതാണോ ഇത് ഇതോ അത് മറ്റേ എന്താണ് 8 കാലുള്ള ഇല്ല അത് വേറെ എനിക്കറിയത്തില്ല ആമൂന്റെ നാല് വെച്ചിട്ടുണ്ടോ ഏ ആമൂന്റെ ഞാനത് എന്നാ रेडी कार छोड़ेंगे അപ്പോൾ ഇത് മുട്ടയല്ലേ മീൻ്റെ എന്ത് മീൻ്റെയാണാവോ മറ്റേ 8 കാലുള്ള സ്റ്റാർ ഫിഷാ അല്ല ഒരു കൈ കൊണ്ട് അല്ലെന്ന് സാധനമില്ല പിന്നെ കിട്ടോ എന്ന് പറഞ്ഞുതരാം ആ മുട്ട അടവെടുത്തോ മുട്ടയാണെങ്കിൽ ഇതാണോ മുട്ട പക്ഷെ ഇതെങ്ങനെ ഇവിടെ കൂട്ടി ഉണ്ടാക്കുന്നത് നമുക്കൊരെണ്ണം മേടിക്കാമായിരുന്നല്ലോ സമയവും ഇല്ല സമയം കുഴപ്പമില്ല ഇനി എടുത്തു രാത്രി 2 മണി വരെ വിളിച്ചു ഇതാ കിങ്ഫിഷ് കിങ്ഫിഷ് ഫൈനലി നമ്മൾ നമ്മുടെ സ്വന്തം ചാളയെ കണ്ടു അപ്പം ചാളയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ദൈവമേ
1,20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റ്. അതുപോലെ 1,500 ഫിഷ് സ്റ്റാളും ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് മീറ്റ് സ്റ്റാൾ വേറെയുണ്ട്. ഈ മീനെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനിങ് ഏരിയ വേറെയുണ്ട്. ഹാമൂറ അങ്ങനെയാ. ഒരു ഫോട്ടോ എടുക്കോടാ. ഫ്രോസൺ ഫിഷിന് വേണ്ടി വേറൊരു സ്റ്റാൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇതേ ഹാമൂറിൻ്റെ കറി ഇരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ ഹാമൂർ. कितने है भाई? ये 7 दराम है. 7 दराम. हाँ पूरा 11 किलो है.
चम्मी चाहिए प्रॉन्स पूरा 11 किलो. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് മീനാട്ടോ. അതുപോലെ വേറൊരു സൈഡിൽ ജീവനുള്ള മീനും ഉണ്ട്. അതിന് ഭയങ്കര വിലയാട്ടോ. പിന്നെ ജീവനില്ലാത്ത ലോബ്സ്റ്ററിന് തന്നെ ഒരു പീസിന് ഒരെണ്ണത്തിന് 110 ദിർഹംസാണ്. അവിടെ നിന്നാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ നമുക്ക് എല്ലാത്തിനും വിലയൊക്കെ പേശാവേ. അതെന്നാ ജീവനില്ലേ? ഉണ്ട് ഓടായിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പം തമ്മിൽ കടിവ് ഓടായിരിക്കാൻ വേണ്ടിയാണ്. നേരത്തെ എന്നാ ഇടിയുണ്ടായിരുന്നു. ജീവനുള്ള ഹാമർ. ദുബായിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലം. ഞാൻ ഓയിസ്റ്ററിനെയും ലോബ്സ്റ്ററിനെയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ലോബ്സ്റ്ററൊക്കെ മുട്ടയൊക്കെ ആയിട്ടിരിക്കുന്ന മുട്ടയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, സാൽമണിൻ്റെ മുട്ടയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത്രയും വലിയ ഞണ്ടോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒക്ടോപസിനെ വരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിത് ഭയങ്കര അതിശയമായിരുന്നു. ഇത് ഫ്രോസൺ ലോബ്സ്റ്ററാണ്. കൂടെ നാരങ്ങയുണ്ട്. വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. ജീവനുള്ള ലോബ്സ്റ്ററിനെയൊക്കെ കാണാനും അതിങ്ങനെ തന്നെ മേടിക്കാനും ഒക്കെ ഒത്തിരി ഭയങ്കര അടിപൊളി പ്ലേസാണ്. വലിയ ഞണ്ടിനെ കണ്ടോ? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതിനൊക്കെ ഒത്തിരി മാംസം കാണുമല്ലേ? ഇത്രയും ഫ്രഷ് സീ ഫുഡിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കത്തില്ലേ? സാൽമൺ വേണ്ട. ചെമ്മീൻ നോക്കാം. ഹലോ ഗൈസ്, എനിക്കാകെ കഷ്ണം മീനും മത്തി അയലയും മാത്രമേ അറിയത്തുള്ളൂ.
വേറൊരു മീനെ എനിക്കറിയത്തില്ല. ഞാനിവിടെ നീരാളിയെ കണ്ടിട്ട് സ്റ്റാർ ഫിഷ് എന്നാണ് പറഞ്ഞത്. ഇവരാണ് പറഞ്ഞത് നീരാളി, അതെനിക്കറിയത്തില്ല. അപ്പം നിങ്ങളൊക്കെ ഇതിന് പേരിട്ടോ കേട്ടോ, ഞാനെല്ലാം കാണിച്ചു തരാം. പിന്നെ ഇവിടെ അലങ്കാര മത്സ്യങ്ങളുടെ തന്നെ ഒരു സെക്ഷനുണ്ട്. എല്ലാം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അക്വേറിയം ഒക്കെയുണ്ട്. അങ്ങനെ അടിക്കരുത് കേട്ടോ, മീനെ പേടിക്കും. അതിന് ആവൂ. जी जी 15 വൈറ്റ് ടൂണ 15 ദിറം किलो 50. നമ്മളിത് കിലോ 15 ദിറംസിന് 7 കിലോയുടെ ഒരു വൈറ്റ് ടൂണ മേടിച്ചിട്ടുണ്ട്. അച്ചാറിടാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് വേറെ പേയ്മെൻറ്റ് കേട്ടോ. അതെന്നെ മീനായിരുന്നു അപ്പോൾ? ഫിഷ് 7 കിലോ ലേലിയ വൈറ്റ്. അതെന്നെ പിന്നെ നല്ല പരന്നിരിക്കുന്നല്ലോ. ഇതെന്നെ അയ്യോ ഒരു സാധനം ഫിഷ് ക്ലീനിങ് ആൻഡ് കട്ടിങ്. കൊടുക്കാം. कितना टाइम लगेगा भाई? 20 मिनट. കാണിച്ച് കാണത്തില്ല. അതും മറ്റേ നെസ്റ്റോയിലൊക്കെ മെഷീനാണ്, ഇവിടെ കൈ കൊണ്ടാണ്. നമ്മുടെ എത്ര? F517. നമ്മുടെ ആ മീൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നേ. നമ്മുടെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി 17 ദിറംസായേ. അതുപോലെ നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്നതെല്ലാം ഇതുപോലെ സ്ക്രീനിൽ ലൈവായിട്ട് കാണാമേ. അപ്പം നമ്മുടെ മീൻ ക്ലീൻ ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ അടുത്തതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ആയാലും നിങ്ങൾക്കും ബോറടിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മീൻ ക്ലീനിങ് ആയിട്ട് വരാൻ പറ്റാം.